നേരത്തെ നമ്മൾ വരച്ച ആപ്പിളിൻ്റെ ചിത്രം ഇപ്പോൾ ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യുകയാണ്. ആദ്യം പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ചെയ്തത്, ഇപ്പോൾ അത് ക്രയോൺസാണ്. എല്ലാ ക്രയോൺസിൻ്റെ കളേഴ്സും മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ആദ്യമായി ബ്രൗൺ കൊണ്ടാണ് ബോർഡറും ഡാർക്കായിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളും കളർ ചെയ്യേണ്ടത്. അതിനോടൊപ്പം റെഡ് മിക്സ് ചെയ്യുക. ആ റെഡ് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് കുറഞ്ഞു വരണം. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ഗ്രീനും മഞ്ഞയും കൊടുക്കണം. അത് കഴിഞ്ഞ് പിങ്ക് കളർ എടുത്ത് അതുമായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. പിങ്ക് കളറാകുമ്പോൾ ഈ റെഡിൻ്റെ ലൈറ്റ് കളേഴ്സായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിങ്ക് ഇട്ടാണ് ആപ്പിളിൻ്റെ മുകൾ വശവും ബാക്കി ലൈറ്റ് കാണുന്ന ഭാഗങ്ങളും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ആപ്പിളിൻ്റെ ഇല, അതിൻ്റെ തണ്ട്, പിന്നെ മാക്സിമം ഔട്ട്ലൈനായിട്ട് ശകലം ബ്ലാക്ക് കൊടുത്ത് അതിനെ റെഡും അല്ലെങ്കിൽ ബ്രൗൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴേ ആ ഡാർക്ക് എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തണ്ടിലും ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കണം. ആ ബ്രൗണും കൂടെ അതിൽ ഉപയോഗിക്കണം. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഈ വരച്ച കളറുകൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ആ ആപ്പിളിൻ്റെ ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അതിൻ്റെ റൗണ്ട് ഷേപ്പ് അനുസരിച്ച് ഭംഗിയായി ചെയ്തിട്ട് അതിനെ ലൈറ്റാക്കി അതുപോലെ ആപ്പിളിരിക്കുന്ന സർഫസിൻ്റെ ഒരു ഷാഡോ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഷാഡോയ്ക്ക് ബ്ലാക്കും ലൈറ്റ് ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം എല്ലാ കളേഴ്സിൻ്റെയും മിക്സിംഗ് ആണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആപ്പിളിൻ്റെ ഹൈലൈറ്റ് ഭാഗങ്ങളും ഡാർക്ക് വരുന്ന ഭാഗങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇതിന് ഈ ഷാഡോ ചെയ്യുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റാക്കി പേപ്പറിൻ്റെ കളറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ആപ്പിളിൻ്റെ ക്രയോൺസ് കൊണ്ടുള്ള വർക്ക് പൂർത്തിയായി. ഇതുവരെ ഇതെല്ലാം വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും പഠിക്കുക. ഈസിയായി നിങ്ങൾക്ക് ക്രയോൺസിൽ പടങ്ങൾ വരയ്ക്കാൻ പഠിക്കാൻ. താങ്ക്സ്.